Dear students, welcome to Franklin Lectures. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻട്രൊഡക്ഷൻ ടു മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ, അതായത് S2 സബ്ജക്റ്റ് ആണ് അല്ലെ. അതിന്റെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത് എന്താടാ? PC-EET 205 ആണ് നമ്മുടെ കോഴ്സ് കോഡ് എന്ന് പറയുന്നത്. ഇന്റേണൽ മാർക്ക് എന്ന് പറയുന്നത് 40 മാർക്സിന് ഇന്റേണൽ മാർക്ക് ഉണ്ട്. എക്സ്റ്റേണൽ എക്സാം എന്താണ്? 60 മാർക്കിനാണ്. സബ്ജക്റ്റ് തന്നെ ഉണ്ട് മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് അല്ലെ. മെഷർമെന്റും നമുക്ക് ചെയ്യണം, അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിനെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യണം? പഠിക്കണം. ഓക്കെ, അപ്പൊ എന്താ ഇന്റേണൽ മാർക്കും എക്സ്റ്റേണൽ മാർക്കും നമുക്ക് മനസ്സിലായി. 2 hour 30 മിനിറ്റിലാണ് ഉണ്ടാവുക. തിയറി സബ്ജക്റ്റ് ആണത്. ദെൻ ഇതില് ടീച്ചിങ് അവർ എന്ന് പറയുന്നത് 3 ഉണ്ട്. ദെൻ അതില് 1 hour എന്താണ്? വീക്കിലി 1 hour എന്തിനാണ്? ട്യൂട്ടോറിയലിനാണ് യൂസ് ചെയ്യുന്നത്. 4 ക്രെഡിറ്റ് ഉണ്ട്. നമുക്ക് ഇതിന് മുമ്പ് എന്താണ് ഒരു സബ്ജക്ട് നിങ്ങൾ S2 ആയിട്ടല്ലേ ഉള്ളൂ. അപ്പൊ ഏകദേശം പതിയെ കോറിലേക്ക് വരികയാണ്. ഈ മെഷർമെന്റ് ആൻഡ് ഇൻസ്ട്രുമെന്റേഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ്? നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ്, ചിലപ്പോൾ മാർക്സിന്റെ ക്വാണ്ടിറ്റി മെയിൻ കോറിനെ നോക്കുമ്പോൾ കുറവാണെങ്കിൽ പോലും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട് തന്നെയാണ് ഇത് നമ്മുടെ മെഷർമെന്റ്സ് ആൻഡ് ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. റെഡി ആണല്ലോ. ദെൻ അതിന്റെ കണ്ടിന്യൂസ് ഇന്റേണൽ ഇവാലുവേഷൻ മാർക്ക്. ഇന്റേണൽ മാർക്ക് എന്താ? അറ്റൻഡൻസിന് 5 മാർക്ക് ഉണ്ട്. അസൈൻമെന്റിന് അല്ലെങ്കിൽ മിനി പ്രൊജക്ടിന് 15 മാർക്ക്. ദെൻ ഇന്റേണൽ എക്സാം 1ന് 10 മാർക്ക്, ഇന്റേണൽ എക്സാം 2ന് 10 മാർക്ക്, ദെൻ ടോട്ടൽ 40 മാർക്സ്. ഇപ്പൊ നിങ്ങൾ S2 ആയതോടുകൂടി ഏകദേശം അറ്റൻഡൻസിന്റെ ഇമ്പോർട്ടൻസും അതേപോലെ തന്നെ സീരീസ് എക്സാമിന്റെ ഇമ്പോർട്ടൻസ് ഒക്കെ അല്ലെ, അതോടുകൂടിയുള്ള കിട്ടുന്ന നമ്മുടെ ഇന്റേണൽ മാർക്കിന്റെ ഇമ്പോർട്ടൻസും ഒക്കെ നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവും? മനസ്സിലായിട്ടുണ്ടാവും. ദെൻ നമ്മുടെ എൻഡ് സെമസ്റ്റർ എക്സാം എന്ന് പറഞ്ഞാൽ ആസ് യൂഷ്വൽ നിങ്ങൾക്ക് അറിയുന്ന പോലെ തന്നെ 2 ക്വസ്റ്റ്യൻ എന്ത് ഓരോ മൊഡ്യൂളിൽ നിന്നും ഉണ്ടായിരിക്കും. അങ്ങനെ 8 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പം എന്താണ് 3 മാർക്ക് വീതമാണ് ഉള്ളത് അല്ലെ. അപ്പൊ എന്താ 8 into 3 24 മാർക്സ് ഉണ്ട്. ദെൻ എന്താടാ പാർട്ട് ബിയിലാണെങ്കിൽ 9 മാർക്സിന്റെ ഓർ ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. അത് വേണേൽ 3 സബ് ഡിവിഷൻ വരെ പോവാം, അതായത് 6ഉം 3ഉം ആയിട്ട് പോവാം. അല്ലെങ്കിൽ എന്താണ് സബ് ഡിവിഷൻ 3 എണ്ണം വരുവാണെങ്കിൽ ചിലപ്പോൾ എങ്ങനെ പോവാം? നിങ്ങൾക്ക് 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അല്ല 6 മാർക്കിന്റെ 3 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, പിന്നെ ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ, അങ്ങനെയും വരാം. ഇതുവരെ ചാൻസസ് ആണ് വന്നിട്ടില്ല, പക്ഷെ അങ്ങനെ നമുക്ക് എന്ത് പറയാം? കൊടുക്കാം. അപ്പൊ എന്താ ഈച്ച് ക്വസ്റ്റ്യൻ ക്യാൻ ഹാവ് എ മാക്സിമം ഓഫ് 3 സബ് ഡിവിഷൻസ് വരെ പോവാം. അങ്ങനെ 9 into 4 9 into 4 36 മാർക്സ് എന്ത് വന്നു? essay സെക്ഷൻസ് തന്നെ വന്നു. അപ്പൊ ടോട്ടൽ എന്തായി? നമുക്ക് 60 മാർക്സ് കിട്ടി. അപ്പൊ റെഡി ആണല്ലോ. നമ്മുടെ ഇന്റേണൽ മാർക്ക് കിട്ടി, നമ്മുടെ എക്സ്റ്റേണൽ മാർക്കിന്റെ കേസസും കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. അപ്പൊ മൊഡ്യൂൾ 1ല് നമുക്ക് പഠിക്കാനുള്ളത് അതിന്റെ ഏകദേശം എന്തായിരിക്കും? നമ്മൾ ബേസ് നിന്ന് കയറാണ്. അപ്പൊ അതിന്റെ ഫങ്ഷണൽ എലമെന്റ്സ് തൊട്ട് തന്നെ നമ്മൾ തുടങ്ങും. ഫങ്ഷണൽ എലമെന്റ്സ് ഓഫ് മെഷർമെന്റ് സിസ്റ്റം. അപ്പൊ അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഉണ്ടാവും, സ്കീമാറ്റിക് ഡയഗ്രാം, പിന്നെ അതിന്റെ ബ്രീഫ് ഓരോ ബിൽഡിംഗ് ബ്ലോക്കിന്റെയും ബ്രീഫ് എക്സ്പ്ലനേഷൻ ഒക്കെ വരും. റെഡി ആണല്ലോ. പിന്നെ സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെന്റ്സ്. സ്റ്റാൻഡേർഡ്സ് ഓഫ് മെഷർമെന്റ്സ് പറഞ്ഞാൽ അക്യുറസി, കാലിബ്രേഷൻ, അതേപോലെ റെസൊല്യൂഷൻ, ലീനിയാരിറ്റി, ഇങ്ങനെ പല 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 ടേംസ് ഉണ്ട്. അപ്പൊ അത് എന്തൊക്കെയാന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും. ദെൻ എന്താണ് കാലിബ്രേഷൻ നീഡ്, ഏതൊക്കെ ടൈപ്പ് എറേഴ്സ് ആണുള്ളത്, അങ്ങനത്തെ കാര്യങ്ങൾ അറിയാം. ദെൻ നമ്മൾ നേരെ പോകുന്നത് ഇൻസ്ട്രുമെന്റ്സിലേക്കാണ്. ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ ലാബിലേക്ക് എന്ന് കഴിഞ്ഞാൽ അപ്പം റീഡിങ്ങിന്റെ എന്താണ് റീഡിങ് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും? ആ ഡയൽ ഇങ്ങനെ താഴേക്ക് തന്നെയാണ്. ചിലപ്പോൾ അത് അവിടെ അടങ്ങി നിൽക്കുന്നതാണ് അല്ലെ. അപ്പൊ ഇത് എന്തൊക്കെയാണ്? അവിടെ ഡിഫ്ലക്ട് ചെയ്യാനുണ്ടായ ഫോഴ്സ് ആണോ, അത് കൺട്രോൾ ചെയ്യാനുള്ള ഫോഴ്സ് ആണോ, അതിന് എങ്ങനെയാണ് അത് നടക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ പഠിക്കാൻ പറ്റും. ഓപ്പറേറ്റീവ് ഫോഴ്സസ് ആൻഡ് ടോർക്ക്. എന്താ? ഡിഫ്ലക്റ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഡാമ്പിംഗ് ടോർക്ക്, ഗ്രാവിറ്റി ആൻഡ് സ്പ്രിംഗ് കൺട്രോൾ, ഫ്ലൂയിഡ് ഫ്രിക്ഷൻ ആൻഡ് എഡി കറന്റ് ഡാമ്പിംഗ്. ഓക്കെ ആണല്ലോ. ദെൻ മൊഡ്യൂൾ 2ലേക്ക് പോകുമ്പോൾ നമ്മൾ പഠിക്കുന്നത് അവിടെ നമുക്ക് വരുന്നത് മൊഡ്യൂൾ 2ലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് വരുന്നത് മെഷർമെന്റ് ആണ്. അതായത് നമ്മൾ അവിടുത്തെ മാഗ്നറ്റിക് മെഷർമെന്റ്, റെസിസ്റ്റൻസിന്റെ മെഷർമെന്റ്, ഇൻഡക്ടൻസിന്റെ മെഷർമെന്റ്, അതേപോലെ ഫ്രീക്വൻസിയുടെ മെഷർമെന്റ്, ഇതിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതിൽ പഠിക്കുന്നത്. മൊഡ്യൂൾ 2ല് നമ്മൾ പഠിക്കുന്നത്. അതായത് മാഗ്നറ്റിക് മെഷർമെന്റിൽ നമുക്ക് എന്തൊക്കെയാ പഠിക്കാനുള്ളത്? ഫ്ലക്സ് മീറ്റർ, ഡിറ്റർമിനേഷൻ ഓഫ് BH കർവ്, ഹിസ്റ്ററിസിസ് ലൂപ്പ്. പിന്നെ അടുത്താണ് നമുക്ക് ഏത് പഠിക്കാനുള്ളത്? മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസ്. മെഷർമെന്റ് ഓഫ് റെസിസ്റ്റൻസിൽ നമുക്ക് എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? വീറ്റ്സ്റ്റോൺ ബ്രിഡ്ജ്, കെൽവിൻസ് ഡബിൾ ബ്രിഡ്ജ്, ലോസ് ഓഫ് ചാർജ് മെത്തേഡ്, മെഷർമെന്റ് ഓഫ് എർത്ത് റെസിസ്റ്റൻസ്. പിന്നെ വരുന്നതാണ് ഏത്? മെഷർമെന്റ് ഓഫ് ഇൻഡക്ടൻസ്. അതിലാരൊക്കെ പഠിക്കാനുള്ള? മാക്സ്വെൽ ഇൻഡക്ടൻസ് ബ്രിഡ്ജ് പഠിക്കണം. ദെൻ എന്താണ് മെഷർമെന്റ് ഓഫ് കപ്പാസിറ്റൻസിൽ നമുക്ക് ഏതൊക്കെ പഠിക്കാനുണ്ട്? ഷെറിൻ ബ്രിഡ്ജ്. പിന്നെ മെഷർമെന്റ് ഓഫ് ഫ്രീക്വൻസിൽ നമുക്ക് ആരെ പഠിക്കാനുണ്ട്? നമ്മുടെ
വെയിൻ ബ്രിഡ്ജ്, അതേപോലെ തന്നെ ക്യൂ മീറ്റർ, LCR മീറ്ററിന്റെ ഒക്കെ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്യണം, അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പൊ ഓരോന്ന് എന്തിനാണ്, ചിലപ്പോൾ എക്സാമിനൊക്കെ നമ്മൾ കോമ്പറ്റേറ്റീവ് എക്സാം എടുക്കുകയാണെങ്കിൽ പോലും ഇതിൽ 4 ഓപ്ഷൻ തന്നിട്ട് ഇതിൽ ഏതാണ് കപ്പാസിറ്റൻസിന് മെഷർ ചെയ്യാന്നുള്ള രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചോദിക്കാം കേട്ടോ. അപ്പൊ എന്താടാ അടുത്താണ് ഇത് മൊഡ്യൂൾ 3 എന്ന് പറയുന്നത്. മൊഡ്യൂൾ 3ൽ എന്ത് ചെയ്യാണ്, ഈ മെഷർമെന്റ് തന്നെ പവർ ആൻഡ് എനർജിയുടെ മെഷർമെന്റും ചെയ്യും. അതേപോലെ തന്നെ പവർ എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം അല്ലെ, പവർ ആണ് വാട്ട് മീറ്റർ ഉണ്ട് അല്ലെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഷർമെന്റ് ഓഫ് പവർ ആൻഡ് എനർജിയില് മെഷർമെന്റ് ഓഫ് പവർ യൂസിങ് ഡൈനാമോമീറ്റർ ടൈപ്പ് വാട്ട് മീറ്റർ, 3-phase പവർ മെഷർമെന്റ് യൂസിങ് 2 വാട്ട് മീറ്റർ മെത്തേഡ്. റെഡി ആണല്ലോ. അതിൽ നമുക്ക് ഫേസർ ഡയഗ്രാം ഉണ്ട്, അതിന്റെ സിമ്പിൾ പ്രോബ്ലംസ്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഈ 2 വാട്ട് മീറ്റർ മെത്തേഡ് എന്നൊക്കെ പറയുന്നത് ഡയഗ്രാം എക്സ്പ്ലനേഷൻസും ഉണ്ട്. ദെൻ നമുക്ക് അതിൽ പഠിക്കാനുള്ളത് മെഷർമെന്റ് ഓഫ് എനർജി യൂസിങ് ഇൻഡക്ഷൻ ടൈപ്പ് എനർജി മീറ്റർ. അതായത് നമുക്ക് പവർ മെഷർ ചെയ്തു, അതേപോലെ എനർജി മെഷർ ചെയ്യണം, അതിന് എനർജി മീറ്റർ യൂസ് ചെയ്യണം, 2 element എനർജി മീറ്റർ യൂസ് ചെയ്യണം. പിന്നെ നമുക്ക് അതിൽ പഠിക്കാനുള്ളത് നമ്മുടെ ഇൻസ്ട്രുമെന്റ് ട്രാൻസ്ഫോമേഴ്സിനെ കുറിച്ചാണ്. CT, PT, പിന്നെ ഡിജിറ്റൽ വോൾട്ട്മീറ്റർ, TOD മീറ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് ഏതൊക്കെയാ പഠിക്കാനുള്ളത്, CT, PT. CT എന്ന് പറഞ്ഞാൽ കറന്റ് ട്രാൻസ്ഫോമർ, PT എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമർ. ദെൻ അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, റേഞ്ച് എക്സ്റ്റൻഷൻ, എങ്ങനെയാണ് നമ്മൾ റേഞ്ച് എക്സ്റ്റെൻഡ് ചെയ്യുന്നത്, അങ്ങനത്തെ സിമ്പിൾ പ്രോബ്ലംസ് ഒക്കെ. ദെൻ ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ഇലക്ട്രോണിക് മൾട്ടിമീറ്റർ, ഡിജിറ്റൽ വോൾട്ട്മീറ്റർ, ഡിജിറ്റൽ എനർജി മീറ്റർ, TOD മീറ്റർ, സ്മാർട്ട് മീറ്ററിംഗ്, ബൈ ഡയറക്ഷണൽ മീറ്റേഴ്സ്. ഇതിന്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ ആണ് കൂടുതൽ പഠിക്കാനുള്ളത്. റെഡി ആണല്ലോ. ദെൻ നമ്മൾ മൊഡ്യൂൾ 4ലേക്ക് വരുന്നതോടുകൂടി നമ്മൾ എന്താ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ, സെൻസേഴ്സ്, ട്രാൻസ്ഡ്യൂസർ അങ്ങനത്തെ കേസസിലേക്ക് വരും. അതായത് ബ്ലോക്ക് സ്കീമാറ്റിക് ഓഫ് ഇലക്ട്രോണിക് ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം, അതായത് സെൻസർ, ട്രാൻസ്ഡ്യൂസേഴ്സിന്റെ ഒക്കെ റോള്. ദെൻ എന്താണ് ക്ലാസിഫിക്കേഷൻ ഓഫ് ടെമ്പറേച്ചർ ട്രാൻസ്ഡ്യൂസേഴ്സ്, അതിന്റെ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് തെർമിസ്റ്റർ ആൻഡ് RTD. അടുത്തെന്താ ക്ലാസിഫിക്കേഷൻ ഓഫ് ഫ്ലോ ട്രാൻസ്ഡ്യൂസേഴ്സ്, എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ആൻഡ് അൾട്രാസോണിക് ടൈപ്സ്. ദെൻ സ്ട്രെയിൻ ഗേജ്, എന്താ അതിന്റെ ബേസിക് പ്രിൻസിപ്പിൾ പഠിക്കണം, ടൈപ്സും അപ്ലിക്കേഷനും അറിഞ്ഞിരിക്കണം. പിന്നെന്താണ് മെഷർമെന്റ് ഓഫ് ആംഗുലാർ സ്പീഡ് ആൻഡ് ലൂമിനസ് ഇന്റൻസിറ്റി. റെഡി ആണല്ലോ. ഇത്രയാണ്. അതിനുശേഷം പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ഇത് പ്രിൻസിപ്പിൾസ് ഓഫ് ഡാറ്റ അക്വിസിഷൻ സിസ്റ്റംസ്. അതിലെന്താ റോൾ ഓഫ് സിഗ്നൽ കണ്ടീഷനിങ് സിസ്റ്റം അറിയണം. പിന്നെ നമ്മുടെ CRO, DSO, ഹാർമോണിക് അനലൈസേഴ്സ്, അതിലെന്തൊക്കെ നമുക്ക് അറിയണം, ബ്ലോക്ക് ഡയഗ്രാം അറിയണം, ബേസിക് പ്രിൻസിപ്പിൾസ് ആൻഡ് ആപ്ലിക്കേഷൻസ് നമുക്ക് അറിയണം. പിന്നെ നമുക്ക് പഠിക്കാനുള്ളതാണ് ആര് വിർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് എന്താണ് ഉള്ളത്, ബ്ലോക്ക് സ്കീമാറ്റിക് ആൻഡ് ഡിസ്ക്രിപ്ഷൻ ഓൺലി, IoT ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് ഫോർ ഇൻഡസ്ട്രിയൽ പ്രോസസ്, കേസ് സ്റ്റഡി ഓൺ സ്മാർട്ട് ഗ്രിഡ്. ഇതിൽ കുറെ പുതിയ ടേംസ് ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ അത് ആദ്യമായിട്ട് കേൾക്കുന്നതുകൊണ്ടാണ് ഇത് എന്താണെന്നും എന്തൊക്കെയാണ് എവിടെയാണ് അപ്ലൈ ചെയ്യുന്നതൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ എന്ത് ചെയ്യും വിശദമായിട്ട് പറയും. ഓക്കെ. അപ്പം ഇതിൽ നമുക്ക് വരുന്ന മെയിൻ ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാന്ന് നോക്കാം. അപ്പൊ ഒന്നാമത്തെ എന്തായിരുന്നു, മൊഡ്യൂൾ 1 നമ്മൾ പഠിക്കുന്നത് എന്താ ഫങ്ഷണൽ എലമെന്റ്സ് ആൻഡ് ഇലക്ട്രിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് ആണ് അല്ലെ. അപ്പൊ അതിലെന്താ നമ്മളൊരു മെഷർമെന്റ് സിസ്റ്റത്തിന്റെ സ്ട്രക്ചർ അറിയണം, സ്റ്റാറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള അക്യുറസി, കാലിബ്രേഷൻ, പ്രിസിഷൻ, ലീനിയാരിറ്റി അറിയണം, പിന്നെ എറേഴ്സ് ഏതൊക്കെയാന്ന് അറിയണം, വർക്കിംഗ് ഓഫ് അനലോഗ് ഇൻസ്ട്രുമെന്റ്സിനെ കുറിച്ച് അറിയണം, റേഞ്ച് എക്സ്റ്റൻഷൻ ആണ്. ഇതൊക്കെ നമ്മൾ എവിടെയാണ് യൂസ് ചെയ്യുന്നത്, ഡിസൈൻ ആൻഡ് ടെസ്റ്റിംഗ് ഓഫ് ഇലക്ട്രിക്കൽ മെഷറിംഗ് പാനൽസ് ഇൻ ഇൻഡസ്ട്രീസ്, കാലിബ്രേഷൻ ലാബ്സ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് കമ്മീഷനിങ് ഓഫ് ഇലക്ട്രിക്കൽ എക്യുപ്മെന്റ്. അതേപോലെ തന്നെ അനലോഗ് മീറ്റേഴ്സ് യൂസ്ഡ് ഇൻ പവർ പ്ലാന്റ്, സബ്സ്റ്റേഷൻ, കൺട്രോൾ റൂമിൽ യൂസ് ചെയ്യും. പിന്നെ അണ്ടർസ്റ്റാൻഡിങ് ഇൻസ്ട്രുമെന്റ് ബിഹേവിയർ ഫോർ ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ബേസ് നമുക്ക് ആവശ്യമുണ്ട്. ദെൻ അടുത്ത മൊഡ്യൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ എന്താ മെഷർമെന്റ് ആയിരുന്നു അല്ലെ, മെയിൻ ആയിട്ട് മാഗ്നറ്റിക് AC അല്ലെ, റെസിസ്റ്റർ, ഇൻഡക്ടൻസ്, കപ്പാസിറ്റൻസ്, ഫ്രീക്വൻസി ഒക്കെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ അവിടെ എന്താ നമ്മുടെ അവിടുത്തെ BH കർവും മാഗ്നറ്റിക് ഫ്ലക്സിന്റെ മെഷർമെന്റ് അറിയുന്നുണ്ട്. അതുപോലെ RLC നമ്മൾ ഫ്രീക്വൻസി നമ്മൾ മെഷർ ചെയ്യുന്നുണ്ട്. അതുപോലെ Q മീറ്ററും LCR മീറ്റർ, എർത്ത് റെസിസ്റ്റൻസ് മെഷർമെന്റ് എന്താന്നൊക്കെ നമ്മൾ ഈ മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പൊ അതിന് എന്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്, ട്രാൻസ്ഫോമർ, മോട്ടോർ ആൻഡ് മാഗ്നറ്റിക് കോർ ഡിസൈനിന് നമുക്ക് ആവശ്യമുണ്ട്. ദെൻ ഇലക്ട്രിക്കൽ ടെസ്റ്റിംഗ് ലാബോറട്ടറീസ്, ഗ്രൗണ്ടിങ് സിസ്റ്റം ടെസ്റ്റിംഗ് ഇൻ പവർ സ്റ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രീസ്, R&D ആൻഡ് കമ്പോണന്റ് ടെസ്റ്റിംഗ് ഇൻ മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രീസ്. ഇവിടെയൊക്കെ നമുക്ക് എന്താണ് ഈ മൊഡ്യൂൾ 2ൽ നിന്ന് കിട്ടുന്ന കൺസെപ്റ്റ് ആണ് ഈ ഇൻഡസ്ട്രീസിലൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. ദെൻ എന്താണ് വരുന്നത്, മൊഡ്യൂൾ 3ൽ എന്തായിരുന്നു പവർ ആൻഡ് എനർജി മീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ വീട്ടിൽ മീറ്റർ ഉണ്ട് അല്ലെ. ദെൻ പവർ ആൻഡ് എനർജി, പവർ മെഷർമെന്റ്, അതെന്താ സിംഗിൾ ഫേസും 3 phase പവറും ഉണ്ട്. ദെൻ 2 വാട്ട് മീറ്റർ മെത്തേഡ് നമ്മൾ പഠിക്കും. ദെൻ എനർജി മീറ്ററിന്റെ വർക്കിംഗ്, അത് ഇൻഡക്ഷൻ ടൈപ്പ് ഉണ്ട്, ഇലക്ട്രോണിക് ടൈപ്പ് ഉണ്ട്. ദെൻ ഇൻസ്ട്രുമെന്റ്സ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് നമ്മുടെ കറന്റ് ട്രാൻസ്ഫോമർ, പൊട്ടൻഷ്യൽ ട്രാൻസ്ഫോമറും, അതേപോലെ ബേസിക്സ് ഓഫ്
എന്താണ് നമ്മുടെ സ്മാർട്ട് മീറ്റേഴ്സ്, ബൈഡയറക്ഷണൽ മീറ്റേഴ്സ് ഒക്കെ, അതൊക്കെ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? പവർ പ്ലാന്റ്, സബ്സ്റ്റേഷൻ, ഇൻഡസ്ട്രീസ് ഫോർ എഞ്ചിനീയറിംഗ് മോട്ടറിംഗ്, ഇലക്ട്രിക്കൽ ബില്ലിംഗ് ആൻഡ് എനർജി ഓഡിറ്റിംഗ്. അത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താ ബില്ലിങ്ങിന്. വീട്ടില് മീറ്റർ ഉണ്ട്, മീറ്റർ നോക്കിയിട്ടാണ് അവിടെ ബില്ലിംഗ് കിട്ടുന്നത് അല്ലേ? അപ്പൊ എനർജി മീറ്ററിന്റെ കാര്യങ്ങൾ നമുക്കറിയാം. ദെൻ എന്താ റിന്യൂവബിൾ എനർജി സിസ്റ്റം, ദെൻ സ്മാർട്ട് ഗ്രിഡ് ആൻഡ് യൂട്ടിലിറ്റി കമ്പനീസ്. ഇവിടെയൊക്കെ നമുക്ക് എന്ത് വേണം? നമ്മുടെ മൊഡ്യൂൾ 3യുടെ അപ്ലിക്കേഷൻസ് ആണ് വരുന്നത്. ഏറ്റവും ലാസ്റ്റ് ഫൈനൽ എന്തായിരുന്നു? നമ്മുടെ സെൻസേഴ്സും ട്രാൻസ്ഡ്യൂസേഴ്സ് ഒക്കെ അല്ലെ? സെൻസർ എന്ന് പറഞ്ഞാൽ എന്താ? ക്വാണ്ടിറ്റീസ് സെൻസ് ചെയ്യും അല്ലെ? ഹീറ്റ് ആണെങ്കിലും അവിടുത്തെ എന്താ പറയാ സ്ട്രെയിൻ ആണെങ്കിലും അതൊക്കെ എന്താണ്, പ്രഷർ ആണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാം? സെൻസ് ചെയ്യും. അതേപോലെ ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിഗ്നലിൽ എന്ത് ചെയ്യുന്നതാണ്? നമ്മുടെ ഇലക്ട്രിക്കൽ സിഗ്നലായിട്ട് എന്ത് ചെയ്യാം? ചേഞ്ച് ചെയ്യാം, കൺവേർട്ട് ചെയ്യുന്നതാണ് ട്രാൻസ്ഡ്യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. റോൾ ഓഫ് സെൻസേഴ്സ്, ടെമ്പറേച്ചർ, ഫ്ലോ, സ്ട്രെയിൻ ആൻഡ് സ്പീഡ് മെഷർമെന്റ്സ്, ഡിജിറ്റൽ ഡാറ്റ അക്വിസിഷൻ സിസ്റ്റം, CRO, DSO, ഹാർമോണിക് അനലൈസർ, PMU, വിർച്വൽ ഇൻസ്ട്രുമെന്റേഷൻ, IoT ആൻഡ് സ്മാർട്ട് ഗ്രിഡിന്റെ കേസ് സ്റ്റഡീസ്. ഇത്രയും മെയിൻ ആയിട്ട് അതിൽ പഠിക്കാനുള്ളതാണ്. അത് എവിടേക്കാണ് ആപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്? ഒന്ന് ഇൻഡസ്ട്രിയൽ പ്രോസസ്സിൽ, അത് കെമിക്കലിലും തെർമലിലും സിമെന്റ്, ഓയിൽ ആൻഡ് ഗ്യാസിലൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. അതേപോലെ ഓട്ടോമേഷൻ ആൻഡ് ഇൻഡസ്ട്രി ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാം, പവർ സിസ്റ്റം മോണിറ്ററിംഗ് യൂസ് ചെയ്യാം. ദെൻ എന്താണ് സ്മാർട്ട് ഗ്രിഡ്, IoT മോണിറ്ററിംഗ് ആൻഡ് ഡാറ്റ അനലിസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇത് യൂസ് ചെയ്യാൻ പറ്റും. റെഡി ആണല്ലോ? അപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷർമെന്റ്സുകളും അതിന് യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സും അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും, ടോർക്ക്, ഫോഴ്സ്, വർക്കിംഗ്, നമ്മൾ ഓരോന്ന് മെഷർ ചെയ്യുമ്പോഴുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്, നമ്മുടെ ഈ സബ്ജക്റ്റിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പം അതിന്റെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്ന് പറയുന്നതാണ് പറഞ്ഞത്. ഇനി ഈ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് ഒക്കെ എങ്ങനെയാണ് നമ്മൾ അതിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് അതിന്റെ ബേസിക് കൺസെപ്റ്റ് എന്നൊക്കെ നമുക്ക് എവിടെ നിന്ന് കിട്ടും? ഫ്രാങ്ക് ലെക്ചേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സുകളിൽ നിന്ന് കാണാം. ദിസ് ഇസ് മീ വന്ദന, സൈനിങ് ഓഫ് ഫ്രം ഫ്രാങ്ക് ലെക്ചേഴ്സ്. താങ്ക് യു.